ഈ ജിന്നുമ്മ എന്ന് പറയുന്ന സ്ത്രീ 596 പവനാണ് അവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. എന്റെ പൊന്ന് കാസർഗോഡ് ഭാഗത്തെ എന്റെ ഇഞ്ഞാമാറെ, എന്റെ ഇച്ചാമാറെ, എന്റെ കൊടകിലെ ഇഞ്ഞാമാറെ, ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് പുറത്തു വരി. ഒരു ജിന്നിനും അങ്ങനെ ഒരു സാധനം ഇല്ല. അതെല്ലാം കറണ്ട് വരുന്നതിന് മുമ്പാണ്. കറണ്ട് വന്നപ്പോൾ എന്നെ കുറെ ഓടിപ്പോയി. പൊന്നു കൊടുത്താൽ 10 കിലോ ആവും പറഞ്ഞിട്ട് ഒരു വ്യക്തിന്റെ ജീവിതം പോയി. വിശ്വാസം ആർക്കും പ്രശ്നമില്ല. അവരെ അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ അവിശ്വാസമാണോ അതിൽ വേറെ വിശ്വാസം. ബാക്കിയുള്ള ആൾക്ക് ബുദ്ധിമുട്ടാകുമ്പോഴാണ് ഈ അന്ധവിശ്വാസത്തിനെതിരെ പ്രശ്നം വരുന്നത്. ഇപ്പൊ അന്ധവിശ്വാസത്തിനെതിരെ ആരെങ്കിലും സംസാരിക്കുക പറഞ്ഞാൽ ആർക്കും സംസാരിക്കാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ സംസാരിച്ച പറയും, എടാ നീ പൊട്ടൻ, എനിക്കറിയോ, നീ എന്തിനു സംസാരിക്കാൻ നിൽക്കുന്നു? ഓക്കെ, എന്റെ ജീവിതത്തിൽ പല അനുഭവം ഉണ്ടായി. എൻ്റെ ഒരു പെങ്ങള് വീട് വിട്ടിട്ട് വേറെ വീടിലേക്ക് പോയി ആടെ സ്ഥലം മാറണമെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ഉണ്ടായ എഫക്റ്റ് അല്ലേ. ഒരു മനുഷ്യക്ക് ദ്രോഹം വരുമ്പോഴേ ആ പ്രശ്നമുള്ളൂ. ഒരാൾക്ക് ദ്രോഹം വരുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. ഇപ്പൊ ഒരാളെ ജീവൻ പോയി, വേറൊരാളെ കാറ് കുത്തിയിട്ട് കണ്ണൂരിലൂടെയോ കൊന്നു, ന്യൂസാണ്. അതും ഇതേപോലെ വിശ്വാസമാണ്. ഓക്കെ, അപ്പൊ ഈ ജിന്ന് ചെറുപ്പത്തിൽ നമ്മളെ ഈ സോഫ്റ്റ്വെയറിൽ കയറ്റിന് ജിന്നിന് എന്തു കഴിയും, ജിന്ന് കെട്ടിയ കോട്ട ജിന്ന്. ഞാൻ എന്റെ ചെറുപ്പത്തിൽ കേട്ട കഥയാണ്. പിരമിഡ് വരെ ജിന്നുണ്ടാക്കിയത് എന്ന് പറയുന്നത്. അപ്പൊ ജിന്നിന് എന്തു സാധിക്കും? ഇപ്പൊ ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഓക്കെ, ഞാൻ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നത്. എന്തുണ്ടെങ്കിലും അള്ളാഹ്, മലക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഖുർആൻ, ഇങ്ങനെയല്ലേ. ഇപ്പൊ ഒരാൾ പറയുന്നു എനിക്ക് ഞാൻ 5 കിലോ പൊന്ന് 10 കിലോ ആക്കാന്ന് പറയുമ്പോ ആദ്യം അത് മലക്ക് പടച്ചോണ്ടത്തേക്ക് എത്തിക്കും. 5 കിലോത്തിന് 10 കിലോ ആക്കാൻ ചോദിച്ചിനി ഈ ജിന്നിന്റെ ത്രൂ. അപ്പൊ അള്ള ജിന്നിന് കൈ കൊടുക്കും, 5 കിലോത്തിന് 10 കിലോ ആക്കിക്കോളിയെന്ന്. അപ്പൊ ജിന്ന് 5 കിലോത്തിന് 10 കിലോ ആക്കും. ഇയാൾക്കെത്തി ഇത് വിശ്വാസം എങ്ങനെയാണ് ഇതാക്കുന്നത്? ഇപ്പൊ ചെറിയ ഒരിടത്തനല്ല ഞമ്മ എന്താക്കും, പൊട്ടത്തിലടാ അങ്ങനെ ഇങ്ങനെ അറിഞ്ഞു കൊടുക്കും. അതിന്റെ വലിയൊരു മഹാൻ ഒരു നേന്ത്രപ്പായ എടുക്കുന്നു, കടലിലേക്ക് എറിയുന്നു മീൻ വരാൻ വേണ്ടിയിട്ട്. ഉടനെ മലക്ക് പോന്ന് പടച്ചോണ്ടത്ത് പറഞ്ഞു, പടച്ചോനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി മഹാൻ അവർ ഒരു നേന്ത്രപ്പായം കടലിലേക്ക് എറിഞ്ഞിട്ടുണ്ട്, എന്താക്കണോ മീനെല്ലോ അങ്ങോട്ട് കൂടെ ആയിക്കോട്ടെ മീൻ വരുത്തിയ. അപ്പൊ ഉടനെ മലക്ക് വരുന്നു, ആ മീനിനെല്ലോ പിന്നെ ഓർഡർ കൊടുക്കുന്നു, എല്ലാം കടൽക്കരയത്ത് പോകുന്നു, പാവങ്ങ പിടിക്കുന്നു. എന്നെ കൊണ്ട് വിശ്വാസം ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. മീൻ വന്നാൽ എന്താ വന്നില്ല അങ്ങ് കിട്ടി. പക്ഷെ ഒരാൾക്ക് ദ്രോഹമാണ് പ്രശ്നം അല്ലേ. ഇപ്പൊ ഇത്ര കൊലപാതകങ്ങൾ നടക്കുന്നത്. അപ്പൊ എന്റെ പ്രശ്നം അങ്ങനെയല്ല. എന്റെ അംഗത്തോന് പൊട്ടത്തരത്തിനെതിരെ സംസാരിച്ചാൽ എന്റെ അംഗത്തെ പൊട്ടനോട് ചോദിക്കാൻ നീ എന്താ നീ സംസാരിക്കാനെന്ന്. ഓക്കെ, പൊട്ടനല്ലാത്താണ് സംസാരിക്കുക, പ്രശ്നം തീർന്നില്ലേ? ആരും സംസാരിക്കുന്നില്ല. ഉള്ളത് പറയാ പൊന്നുമക്കളെ, കാസർഗോഡ് ഭാഗത്തും നമ്മളെ കൊടക് ഭാഗത്തും നല്ലോണം അന്ധവിശ്വാസം കൂടുതലാണ്. ഇല്ലാതെ പറയുന്നത് എന്റെ പുരയിൽ ഹോമത്തിന് കുഴിച്ചിട്ട് 40 ദിവസം തീ കത്തിച്ചിട്ട് അതിലേക്ക് കടുകും ഉപ്പും ഞാനാ. ഓക്കെ, ഓരോന്നിനും എന്റെ ഓരോ വീഡിയോ ഉണ്ടാവും. എന്റെ പോരേന്റെ ഓരോ സ്ഥലത്തും കുപ്പിയിൽ കുമ്പി കെട്ടി തൂക്കും ഞാനാ. എന്റെ പോരന്റെ പല സ്ഥലത്തും ഞാൻ കുപ്പി കുഴിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ മുമ്പ് എത്ര കട്ടനെ അവരൊരു കുത്തി വെച്ചിട്ടുണ്ടാവും. എന്റെ ഒരു വീട്ടിന്റെ കഥയാണ്. നിങ്ങളല്ല പറയും ഇപ്പൊ നിങ്ങളെ തോണ്ടിയാ ഉണ്ടാവും. നിങ്ങൾ പറയായിട്ടാ നിങ്ങൾ ഏത് വെളുത്ത സോലി, ഞാൻ കറുത്ത സോലി, ഞാൻ ഉള്ളത് ഓപ്പനായിട്ട് പറയുന്നത്. ഇത് മാത്രമല്ല, എന്റെ കുടുംബത്തിൽ നിന്ന് തുടങ്ങുക. എന്റെ പെങ്ങന്മാർ പല സ്ഥലത്തും പാലൊഴിക്കാൻ പോയിട്ടുണ്ട്, വേറെന്തിനല്ലോ പോയിട്ടുണ്ട്, പൊര മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഈ അന്ധവിശ്വാസത്തിനെ കൊണ്ട് വന്ന ദ്രോഹമല്ലേ. ഞാൻ സംസാരിക്കേണ്ടെന്ന് പറയുന്നത്. എനിക്ക് 50 വയസ്സായി, ഇതുവരെ സംസാരിച്ചിട്ട് പേടിച്ചിട്ട്. നോക്ക്, മരിക്കുന്നവരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. മരിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ വെറുതെ ഈ ചളിനെ ചവിട്ടിയിട്ട് മുഖത്തേക്ക് തെറിപ്പിക്കുന്ന ആളല്ല. അന്ധവിശ്വാസത്തിനെതിരെ അറിവുള്ള ആൾ സംസാരിച്ചാൽ ഞാൻ എന്റെ സംസാരം നിർത്തും. പക്ഷെ അതുവരെ ഞാൻ എന്റെ ഓരോ അന്ധവിശ്വാസവും ഞാൻ അനുഭവിച്ചതും, ഞാൻ ജിന്നുപ്പ എന്നത് എപ്പോഴും ജിന്നും വേണ്ടായി ആ ബെറൽ പിടിച്ച ഓരോ കഥകൾ വരും. അപ്പൊ എനിക്ക് പറയാനുള്ളത്,